ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. ദുഃഖവെള്ളിയാഴ്ചയല്ലേ കുരിശ് മഹത്വീകരിക്കപ്പെട്ടത്, ഈശോയുടെ മരണത്തോടുകൂടെ. അപ്പോൾ പിന്നെ എന്താണ് സെപ്റ്റംബർ 14 ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? നിങ്ങൾക്കതേക്കുറിച്ച് അറിയാവോ? അതിനൊരു ചരിത്രമുണ്ട്. AD 326 ഹെലേന രാജ്ഞി, ആ രാജ്ഞിയാണ് ഈ കുരിശ് കണ്ടെത്തിയത്. ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം, ഈശോയെ അടക്കിയ സ്ഥലം, അവിടെ ഒരു പാറ വെട്ടിയുണ്ടാക്കിയ കുഴികളിൽ നിന്ന് കുരിശുകൾ കണ്ടെത്തി. അപ്പോൾ ഈശോയുടെ കുരിശാണെന്ന് എങ്ങനെ മനസ്സിലായി? അതിൽ പറയപ്പെടുന്നൊരു കാര്യം, ഈ ഹെലേന രാജ്ഞിക്ക് ഈശോയുടെ കുരിശിൽ നല്ല വിശ്വാസമാണ്. ഈശോ ആരാണെന്നറിയാവുന്നത് കൊണ്ട് ഈശോയുടെ കുരിശറിയാൻ ഒരു മൃതദേഹം ഇങ്ങനെ എല്ലാ കുരിശുകളിലും വെച്ച് കിടത്തി നോക്കി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പം ഈശോയുടെ കുരിശാണെന്ന് തിരിച്ചറിഞ്ഞത്, അങ്ങനെ മൃതദേഹം കിടത്തിയ ആ കുരിശിൽ ആ മൃതദേഹം ജീവൻ പ്രാപിച്ചു. അങ്ങനെ ഒരു പറയപ്പെടലുണ്ട്. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം ഈ ഹെലേന രാജ്ഞിയുടെ മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ കല്ലറ, ഈശോ കുരിശിൽ മരിച്ച സ്ഥലം, കല്ലറ ഈശോ കുരിശിൽ മരിച്ച സ്ഥലം, അവിടെ ഒരു പള്ളി പണിതു. എന്നിട്ട് അത് പള്ളി പണിതത്, അത് പ്രതിഷ്ഠിച്ചത് സെപ്റ്റംബർ 13 പിറ്റേ ദിവസം സെപ്റ്റംബർ 14 ഈ കുരിശ് 9 വർഷങ്ങൾക്ക് ശേഷം 326 കണ്ടെത്തിയ കുരിശ് 335 AD 335 ആ കുരിശ് പ്രതിഷ്ഠിച്ചു. അതാണ് ഇതിൻ്റെ ഒരു കാരണം, ഇന്നത്തെ തിരുനാളിൻ്റെ കാരണം. പിന്നീട് 614 പേർഷ്യൻ രാജാവ് ഈ കുരിശ് പിടിച്ചടക്കി, അതായത് എടുത്തോണ്ട് പോയി. ശത്രു രാജ്യം അവർ ഈ കുരിശ് എടുത്തോണ്ട് പോയി. പിന്നീട് 628 ഹെറാക്ലീറ്റസ് ചക്രവർത്തിയാണ് വീണ്ടും ഈ കുരിശ് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി ഈ കുരിശ് വീണ്ടെടുത്തു. അത് വീണ്ടും പ്രതിഷ്ഠിച്ചത് സെപ്റ്റംബർ 13-14 ദിവസങ്ങളിലാണ്. അതാണ് ഈ തിരുനാളിൻ്റെ അടിസ്ഥാനം. അപ്പോൾ കുരിശ് തിരികെ കിട്ടിയതിൻ്റെ ഓർമ്മ ദിനമാണ്. കുരിശ് കണ്ടെത്തിയതിൻ്റെയും കുരിശ് തിരികെ കിട്ടിയതിൻ്റെയും ഓർമ്മ ദിനമാണ് സെപ്റ്റംബർ 14. ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ കുരിശ് ഇത്ര മഹത്വീകരിക്കപ്പെട്ടത്? ഈശോയെ വഹിച്ചത് കൊണ്ട്, ഈശോ വഹിച്ചത് കൊണ്ടും ഈശോയെ ഇത് ഇങ്ങനെ താങ്ങി നിന്നതുകൊണ്ടും. അതാണ് യഥാർത്ഥത്തിൽ പ്രഭാതത്തിൽ 3 മണിക്കാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെ 6 മണിക്കൂർ നീണ്ടു നിന്ന വിചാരണ, പീലാത്തോസിന് മുമ്പിലൊക്കെ നിന്നുള്ള വിചാരണ, അത് 9 മണി വരെ, 9 മണി മുതൽ 12 മണി വരെയാണ് ഈശോ കുരിശ് വഹിച്ചത്. 3 മണിക്കൂർ ഈശോ കുരിശ് വഹിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. കുരിശ് ചോദിച്ചു, ഈശോയെ നീ എന്നെ വഹിച്ചതല്ലേ, ഇനി ഞാൻ നിന്നെ വഹിക്കട്ടെ. അങ്ങനെ 3 മണിക്കൂർ ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്നു. എന്നിട്ടാണ് ഈശോ മരണമടയുന്നത്. അപ്പോൾ അതൊരു ചിന്തയാണ്. ഈശോയെ വഹിച്ചത് കൊണ്ടാണ് ഈ കുരിശ് മഹത്വീകരിക്കപ്പെട്ടത്. നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സന്ദേശം ഇതാണ്: നമ്മൾ ഈശോയെ വഹിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ വഹിക്കുന്നുണ്ടോ ഈശോയെ വഹിച്ചാൽ നമ്മൾ മഹത്വീകരിക്കപ്പെടും, നമ്മളെ ദൈവം മഹത്വപ്പെടുത്തും. പ്രത്യേകിച്ച് നമ്മൾ ഈ തീർത്ഥാടനം വഴി, കത്തോലിക്ക വിശ്വാസ ജീവിതം വഴി നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം ദൈവം നമുക്ക് തരും. നമുക്ക് 3 രീതിയിൽ കുരിശിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കും. നമുക്ക് നല്ല രീതിയിലൊന്ന് കുരിശടയാളം വരച്ച് ശീലിക്കുക. നമ്മൾ പലർക്കും കുരിശടയാളത്തിൻ്റെ പ്രാർത്ഥന, വലിയ കുരിശടയാളം, ചെറിയ കുരിശടയാളം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറഞ്ഞ ത്രിത്വസ്തുതി നമ്മൾ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: സ്വർഗത്തിലെ പിതാവായ ദൈവം അങ്ങനെ ശിരസിൽ നിന്ന് കരമെടുത്ത് താഴേക്ക് പുത്രൻ്റെയും എന്ന് വയ്ക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതിൻ്റെ ഒരു സൂചനയാണ് കരമിങ്ങനെ താഴോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതുവശത്ത് നിന്ന് നന്മയുടെ വലതുവശത്തേക്ക് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇനി വലിയ കുരിശടയാളം, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ വൃത്തിയായിട്ട് ഈ കുരിശടയാളം വരയ്ക്കണം. പലപ്പോഴും ഇത് ലോപിച്ച് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വിധത്തിൽ കുരിശടയാളത്തെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കൃത്യമായിട്ട് വരക്കാതെ. അപ്പോൾ ഒന്നാമത്തെ കുരിശിനെ മഹത്വീകരിക്കാനും കുരിശിനെ ബഹുമാനിക്കാനും ഒന്നാമത്തെ കാര്യം നന്നായിട്ട് കുരിശടയാളം വരക്കുക. രണ്ടാമത്തെ ഒരു കാര്യം ഈശോ പറഞ്ഞിട്ടില്ലേ, കുരിശ് വഹിക്കാൻ പറഞ്ഞിട്ടില്ലേ? ലൂക്കായുടെ സുവിശേഷം 9:23 വാക്യം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം. അതാണല്ലോ നമ്മുടെ കുരിശ്, നമ്മുടെ സഹനങ്ങൾ. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളുണ്ട്. പക്ഷേ അയാൾ കുടുംബജീവിതത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നന്നായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ്, സ്നേഹമില്ലെന്ന് പറഞ്ഞ് ഒരു വിവാഹേതര ബന്ധം പുലർത്താൻ പോയാലോ? അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുരിശിനെ അവിടെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അപ്പോൾ നമ്മൾ കുരിശ് വഹിക്കുന്നുണ്ടോ? ഈശോ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. നമ്മൾ പലപ്പോഴും നമുക്ക് ദൈവം തന്ന സഹനങ്ങളാകുന്ന കുരിശുകൾ അവിടെ വെച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ നടക്കുക. അപ്പോൾ നമ്മൾ കുരിശ് വഹിക്കുന്നില്ല. ഇനി ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ച പ്രഥമ വ്യക്തി അത് പരിശുദ്ധ മറിയമാണ്. മറിയം നമുക്ക് കാണിച്ചു തന്നത് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു, കുരിശിൻ്റെ ചുവട്ടി വന്ന് നിന്ന് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. എന്നിട്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. ഇതാണ് യഥാർത്ഥത്തിലുള്ള കുരിശാരാധന. നമുക്കതിനുള്ള അവസരമുണ്ട്. ഞായറാഴ്ച ആചരണം, അത് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളുടെ അനുസ്മരണമാണ്. എല്ലാ ദിവസമുള്ള ബലി, പക്ഷെ ഞായറാഴ്ച കടമുള്ള ദിവസമാണ്. അപ്പോൾ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുക. ഇനി മാതാവ് മടിയിലേക്ക് ഈശോയുടെ ശരീരം സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ഇനി കുമ്പസാരിക്കാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമുക്ക് പാപമോചനവും ദൈവവരപ്രസാദം കിട്ടുന്നത് ഈശോ കുരിശിൽ മരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ കൂടെ കുമ്പസാരം, കൂടെ കുർബാന സ്വീകരണം, ഞായറാഴ്ച ആചരണം, ഇതുവഴി നമ്മൾ ഈശോയുടെ കുരിശിനെ നമ്മൾ മഹത്വീകരിക്കുക. ഒന്ന് കുരിശടയാളം വഴി, 2 ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി, 3 നമ്മൾ ഈ കൗദാശിക ജീവിതം ജീവിക്കുന്നത് വഴി നമുക്കങ്ങനെ സാധിക്കട്ടെ. കുരിശോളം അണയാ എൻ ക്രൂശിതനെ അടുത്തറിയാ, കുരിശേന്തി അണയാ എൻ ക്രൂശിത നിൻ സ്വന്തമാകാൻ, ദിവ്യ സ്നേഹത്താൽ തീർത്തൻ ജീവനിൽ നീയൊരുക്കിയ സഹനങ്ങൾ സ്വീകരിച്ചിടാം, ഞാനും മാറ്റിയിടാം കൊച്ചു സ്നേഹത്തിൻ മുറിപ്പാടുകളായി. പാപികൾക്കായി പ്രാണനേകും സ്നേഹമേ, നിന്റെ മുറിപ്പാടുകളിൽ മുത്തിയിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ യേശുവേ.